ഒരു പ്രശ്നവുമില്ലാത്ത ദിവസങ്ങളെ എനിക്കിഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിട്ട് അവ പരിഹരിച്ചാൽ മാത്രമേ എനിക്ക് കിടന്നാൽ ഉറക്കം കിട്ടൂ. ഇതാരുടെ വാക്കുകളാണെന്നല്ലേ? ഉടുപ്പിയിൽ നിന്ന് പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ അബുദാബിയിലേക്ക് പറന്ന് ഒരു സാമ്രാജ്യം തന്നെ പണിതിട്ടും ഇന്നും പാപ്പരായി ജീവിക്കേണ്ടി വന്ന ഒരു ശതകോടീശ്വരന്റെ വാക്കുകളാണിത്. പേര് ബി.ആർ. ഷെട്ടി എന്ന ഭൗപതി ഷെട്ടി. പ്രതാപിയായിരുന്ന കാലത്ത് ബുർജ് ഖലീഫയിലെ ഒരുപാട് നിലകൾ വിലയ്ക്ക് വാങ്ങിയ പ്രൈവറ്റ് ജെറ്റിൽ ലോകം ചുറ്റിയ ശതകോടീശ്വരൻ. പോക്കറ്റിൽ വെറും 665 രൂപയുമായി ഗൾഫിലെത്തി അവിടെ നിന്നും ആരും കൊതിക്കുന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്ത ബിസിനസ്സുകാരൻ. 2015 ഇന്ത്യയിലെ 100 സമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ഉൾപ്പെട്ട 2019 42ാമത്തെ ധനികനായി ഇടം പിടിച്ച ബി.ആർ. ഷെട്ടിക്ക് പിന്നീട് എന്തു സംഭവിച്ചു? 18,000 കോടി രൂപയുടെ ആസ്തിയുണ്ടായിരുന്ന ബി.ആർ. ഷെട്ടിയുടെ തകർച്ച എവിടെ നിന്നായിരുന്നു? 1973 കർണാടകയിൽ നിന്ന് അബുദാബിയിലെത്തി തുച്ഛമായ വരുമാനത്തിൽ ഫാർമ സെയിൽസ്മാനായാണ് ബി.ആർ. ഷെട്ടിയുടെ തുടക്കം. 1975 അദ്ദേഹം ന്യൂ മെഡിക്കൽ സെന്റർ എന്ന ഒരു ചെറിയ ഫാർമസ്യൂട്ടിക്കൽ ക്ലിനിക് സ്ഥാപിച്ചു. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമായിരുന്നു മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ. കാലക്രമേണ യു.എയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ ദാതാക്കളിൽ ഒന്നായി NMC മാറി. ഇതോടെ ഷെട്ടി യു.എയുടെ സ്വകാര്യ ഹെൽത്ത് കെയർ മേഖലയിലെ മുൻനിരക്കാരനായി. അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ സ്ഥാപനത്തിന്റെ വളർച്ച. 8 രാജ്യങ്ങളിലെ 12 നഗരങ്ങളിലായി 42 ശാഖകൾ NMCക്കുണ്ടായി. 1980കളിൽ യു.എ എക്സ്ചേഞ്ച് എന്ന അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനം ജനപ്രിയമായി. കേരളത്തിലേക്ക് പണം അയക്കാനായി മലയാളികളിൽ ബഹുഭൂരിപക്ഷവും ആശ്രയിച്ചിരുന്നത് ഈ കമ്പനിയെയാണ്. പിന്നീട് 31 രാജ്യങ്ങളിലായി 800-ലധികം ശാഖകളുള്ള വലിയ സ്ഥാപനമായി യു.എ എക്സ്ചേഞ്ച് മാറി. 2014ലാണ് 27 രാജ്യങ്ങളിലായി 1500-ലധികം ATMകളുള്ള ട്രാവലെക്സ് എന്ന ഫോറിൻ എക്സ്ചേഞ്ച് സ്ഥാപനത്തെ ഷെട്ടി ഏറ്റെടുക്കുന്നത്. ഷെട്ടിയുടെ NMC നിയോ ഫാർമ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിലൂടെ 2012 $33 കോടി അദ്ദേഹം സമാഹരിച്ചത്. ആ പണം ഉപയോഗിച്ച് അബുദാബി ഖലീഫ സിറ്റിയിൽ വലിയ ആശുപത്രി സമുച്ചയം ബി.ആർ. ഷെട്ടി പടുതുയർത്തി. സാമ്രാജ്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദുസ്വപ്നം പോലെ അത് സംഭവിക്കുന്നത്. 2019 മഡി വാട്ടേഴ്സ് എന്ന അമേരിക്കൻ മാർക്കറ്റ് റിസർച്ച് സ്ഥാപനം NMCയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. ഇതോടെ NMCയുടെ ഓഹരി വില 1/3 കൂപ്പുകുത്തി. ഉന്നത തലത്തിലുള്ള കൂട്ടരാജികൾക്കൊടുവിൽ NMCയുടെ ഡയറക്ടർ ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന സ്ഥാനം ഷെട്ടിക്ക് ഒഴിയേണ്ടി വന്നു. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് വീണ്ടും കനത്ത ആഘാതം നേരിട്ടു. 12,478 കോടി രൂപയുടെ തന്റെ കമ്പനി ആ സമയത്ത് വെറും 74 രൂപയ്ക്ക് ഇസ്രായേൽ യു.എ കൺസോർഷ്യത്തിന് വിൽക്കേണ്ടി വന്നു ഷെട്ടിക്ക്. വിവിധ ബാങ്കുകൾ ബി.ആർ. ഷെട്ടി കൊടുക്കാനുണ്ടെന്ന് പറയപ്പെടുന്ന 50,000 കോടി രൂപയുടെ കടബാധ്യതയാണ് അദ്ദേഹത്തെ വെട്ടിലാക്കിയത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വഞ്ചിച്ചതിനും ബി.ആർ. ഷെട്ടിക്കെതിരെ ലണ്ടനിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഷെട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളെയും യു.എ സെൻട്രൽ ബാങ്ക് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് വീണ്ടും തന്റെ സാമ്രാജ്യം പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ് 81-കാരനായ ബി.ആർ. ഷെട്ടി ഇപ്പോൾ. വീഴ്ചയിലും തളരാതെ ഉയർത്തെഴുന്നേറ്റ് പൊരുതാൻ ശ്രമിക്കുന്ന ഈ ശതകോടീശ്വരന്റെ കഥ ബിസിനസ് ലോകത്ത് സ്വന്തം ഇടം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്.